+1 ആദ്യ അലോട്ട്മെന്റ് പൂർത്തിയായതോടെ മെറിറ്റ് ക്വാട്ടയിൽ അഡ്മിഷൻ നേടിയത് 2,49,540 വിദ്യാർത്ഥികൾ. ഇതിൽ 1,21,743 പേർ സ്ഥിരപ്രവേശനം നേടുകയും 99,526 വിദ്യാർത്ഥികൾ താൽക്കാലിക പ്രവേശനം നേടുകയും ചെയ്തു. 4,63,686 അപേക്ഷകളാണ് ആകെ ഉണ്ടായിരുന്നത്. ആകെ അപേക്ഷകളിൽ 3,18,574 മെറിറ്റ് സീറ്റുകളിലേക്കാണ് ആദ്യ അലോട്ട്മെന്റ് നടത്തിയത്. ഇതിൽ 2,49,540 പേർക്ക് അലോട്ട്മെന്റ് ലഭിച്ചു. പൊതുവിഭാഗത്തിൽ സ്ഥിരപ്രവേശനം നേടിയത് 1,21,743 പേരാണ്. 99,526 വിദ്യാർത്ഥികൾ താൽക്കാലിക പ്രവേശനവും നേടി. 27,077 വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയില്ല. അലോട്ട്മെന്റ് ലഭിച്ചിട്ടും പ്രവേശനം നേടാത്തവരെ തുടർന്നുള്ള അലോട്ട്മെന്റുകളിൽ പരിഗണിക്കില്ല. വിവിധ കാരണങ്ങളാൽ 1,152 പേരുടെ അപേക്ഷകളാണ് തള്ളിയത്. ഇവർക്ക് സപ്ലിമെന്ററി അലോട്ട്മെന്റിൽ പുതിയ അപേക്ഷ സമർപ്പിക്കാം. മോഡൽ റെസിഡൻഷ്യൽ സ്കൂളുകളിൽ 914 പേർ സ്ഥിരപ്രവേശനവും 108 പേർ താൽക്കാലിക പ്രവേശനവും നേടി. സ്പോർട്സ് കോട്ട ആദ്യഘട്ട അലോട്ട്മെന്റിൽ 2,649 പേർ സ്ഥിരപ്രവേശനവും 2,021 പേർ താൽക്കാലിക പ്രവേശനവും നേടി. ആകെ അപേക്ഷകളിൽ 45,851 പേർ സ്വന്തം ജില്ലയ്ക്ക് പുറമെ മറ്റു ജില്ലകളിൽ കൂടി അപേക്ഷിച്ചവരാണ്. രണ്ടാം അലോട്ട്മെന്റിനായി 1,63,801 അപേക്ഷകളാണ് ശേഷിക്കുന്നത്. ആകെ 2,17,709 സീറ്റുകളാണ് സംസ്ഥാനത്ത് ബാക്കിയുള്ളത്. മലപ്പുറം ജില്ലയിൽ പൊതുവിഭാഗത്തിൽ 18,368 പേർ സ്ഥിരപ്രവേശനം നേടുകയും 18,318 പേർ താൽക്കാലികമായും അഡ്മിഷൻ എടുത്തു. അടുത്ത അലോട്ട്മെന്റിനായി മെറിറ്റ് കോട്ടയിൽ 20,719 ഒഴിവുകളുണ്ട്. 41,269 സീറ്റുകളാണ് ആകെ ശേഷിക്കുന്നത്. ജൂൺ 5-നാണ് ആദ്യ അലോട്ട്മെന്റ് പ്രകാരമുള്ള പ്രവേശന നടപടികൾ പൂർത്തീകരിച്ചത്. രണ്ടാം അലോട്ട്മെന്റ് ഈ മാസം 10-നും മൂന്നാം അലോട്ട്മെന്റ് 16-നും നടക്കും. ശേഷം അഡ്മിഷൻ നടപടികൾ പൂർത്തീകരിച്ച് 18-ന് +1 ക്ലാസുകൾ ആരംഭിക്കാനാണ് സർക്കാർ തീരുമാനം. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.